എന്താ പറയാനുള്ളത്, ഒരുപാട് സന്തോഷം. എല്ലാവരും പൊങ്കാല ഇടാൻ വന്നിട്ടും ഇവിടെ വന്ന് കാണാനൊക്കെ വരുന്നുണ്ട്. വലിയ സന്തോഷം. ഇതിപ്പോൾ എത്രാമത്തെ വർഷമായിട്ട് ചേച്ചി? ഒരുപാട് ഒരുപാട് വർഷമായി. ശരിക്കും അങ്ങനെ നോക്കിയിട്ടില്ല, കാരണം ഞാൻ നേരത്തെ തൊട്ടേ ഇടുന്നതാണ്. സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തൊട്ട് തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ നോക്കിയിട്ടല്ല, വരുന്നു, അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓണം, ക്രിസ്മസ് ഒക്കെ കാട്ടിലും എല്ലാവരും ഒത്തുകൂടുന്ന എനിക്കൊന്ന് പൊങ്കാല ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ എല്ലാവർക്കും ഒരേ മനസ്സാണ്, പല ചിന്തകളും ഇല്ല. അമ്മ എന്നുള്ള ഒരൊറ്റ ചിന്തയിലല്ലേ എല്ലാവരും നിൽക്കുന്നത്. അത് ഏറ്റവും വലിയ നല്ല കാര്യമല്ലേ? അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ 10 പേരുണ്ട്, 10 പേർക്കും 10 മനസ്സായിരിക്കും. ഇന്നിപ്പോൾ എനിക്കത് തോന്നിയിട്ടേ ഇല്ല. ആരൊക്കെ ഈ നാട്ടിൽ ഈ മണ്ണിൽ നിൽക്കുന്നവർക്കെല്ലാം ഒരേ മനസ്സായിരിക്കും അമ്മ എന്നുള്ള. അങ്ങനെ ഒരു പ്രാവശ്യം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അന്ന് ഇട്ടു. അവിടെ തൊഴുകയൊക്കെ ചെയ്തിരുന്നു. അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്, മോനൊക്കെ ചെറുതായിരിക്കുമ്പോൾ. പിന്നെ എനിക്ക് ഇതുവരെ സാധിച്ചില്ല. പിന്നെ എൻ്റെ അമ്മയുടെ വിളി ഇപ്പോഴാണ് വന്നിരിക്കുന്നത്, ത്രൂ ചിത്ര. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ദൈവാനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ ഒരു പുണ്യ ദിവസത്തിൽ എനിക്കും പങ്കുചേരാൻ പറ്റും. ഇതൊന്നും ഞാൻ കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. 2026 നമുക്ക് അമ്മയിൽ നിന്നൊരു അനുഗ്രഹം കിട്ടി വരാൻ സാധിച്ചത്. ഈവൻ കഴിഞ്ഞ തവണ പ്ലാൻ ചെയ്തു, നടന്നില്ല. ഇപ്പോൾ അനുഗ്രഹത്താൽ, അമ്മയുടെ അനുഗ്രഹത്താൽ ഇത്തവണ വന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ളത്. എൻ്റെ ബർത്ത്ഡേ മന്താണ് മാർച്ച്. അപ്പം 2026 ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പൊങ്കാല ഇടുന്നത്. അപ്പം എല്ലാ വർഷവും ഇതുപോലെ എൻ്റെ ബർത്ത്ഡേ മന്തിൽ മാർച്ചിൽ വന്ന് ഇങ്ങനെ ഇടണം എന്നാണ് ആഗ്രഹം. കുറച്ച് ആഗ്രഹങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അടുത്ത പൊങ്കാലയ്ക്ക് ഇനി വീണ്ടും തിരുവനന്തപുരത്ത് വരും എന്തായാലും വരും. ഇനി ഞാനിവിടെ മുതൽ എല്ലാ വർഷവും ഇടാനാണ് ആഗ്രഹം.